ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിക്കായി അനുവദിച്ച കാത്ത് ലാബ് പ്രവർത്തനക്ഷമമാകുന്നത് വൈകുന്നു. കാത്ത് ലാബിനായി ആശുപത്രിയിൽ കെട്ടിട സൗകര്യം ഒരുക്കിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ചികിത്സയ്ക്കിപ്പോഴും ആളുകൾ അയൽ ജില്ലകളെ ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ കാത്ത് ലാബ് പ്രവർത്തന സജ്ജമാക്കാനുള്ള ഇടപെടലുകൾ വേണമെന്നാണ് ആവശ്യം. ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിലെ ആളുകൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയാണ്. തോട്ടം മേഖലയിലെയും ആദിവാസി ഉന്നതികളിലെയും സാധാരണക്കാരായ ആളുകളും ചികിത്സ തേടി അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തുന്നു. ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പുതിയ കെട്ടിടത്തിനായി തുക അനുവദിച്ചതും കാത്ത് ലാബിനായുള്ള സ്ഥല സൗകര്യം ഒരുക്കിയതും. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും കാത്ത് ലാബ് ആശുപത്രിയിൽ യാഥാർത്ഥ്യമായിട്ടില്ല. ദിവസേന ആയിരക്കണക്കിന് ആളുകൾ വരുന്ന അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്ത് ലാബിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും നാളിതുവരെ വേണ്ടത്ര സ്റ്റാഫിനെ നിയമിക്കാത്തതുകൊണ്ട് ഇപ്പോഴും അത് പ്രവർത്തനരഹിതമായി തന്നെ നിൽക്കുകയാണ്. നൂറുകണക്കിന് രോഗികളാണ് ഹാർട്ട് അറ്റാക്ക് മൂലം ഹൈറേഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എറണാകുളം ജില്ലയിലേക്കും കോട്ടയം ജില്ലയിലുമുള്ള വിവിധ ആശുപത്രികളിലേക്ക് ദിനം പ്രതി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ അടിയന്തരമായി ഗവൺമെൻറ് ഇടപെടുകയും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്ത് ലാബ് ആരംഭിക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാത്ത് ലാബിന്റെയും മറ്റും സേവനം പ്രയോജനപ്പെടുത്തേണ്ട രോഗികൾ ഇപ്പോഴും അയൽ ജില്ലകളിലെ ആശുപത്രികളെയാണ് ആശ്രയിച്ചു വരുന്നത്. കാത്ത് ലാബുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടുന്ന പ്രധാന നിയമങ്ങളും അനുബന്ധ നിയമനങ്ങളും നടക്കാത്തത് കാത്ത് ലാബിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് കാലതാമസം വരുത്തുന്നുവെന്നാണ് ആരോപണം. കാത്ത് ലാബിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികളും പൂർണ്ണമായി എത്തിയിട്ടില്ല. വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ വേണമെന്നാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.